പ്രൗഢഗംഭീരമായിരുന്നു ഇന്ന് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് എന്ന കാര്യത്തിൽ സംശയമില്ല. വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി BJP പ്രതിനിധി PR ശിവശങ്കർ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീ PR ശിവശങ്കർ, സ്വാഗതം ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയതിന്. വലിയ പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു. മലയാളികളെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു ചടങ്ങാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ചടങ്ങിനെ BJP രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അത്തരം ആരോപണങ്ങളെല്ലാം ബാലിശമാണ്. സംസ്ഥാനത്തിന്റെ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ തന്നെ വികസനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ വികസനത്തിന്റെ ഒരു മുന്നണി പടയാളിയായി മുന്നേറാൻ പോകുന്ന സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രൊജക്ടിനെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുവാനോ കേരളത്തിന്റെ വികസനത്തെയും കേരളത്തിന്റെ വളർച്ചയെയും അത്ര താല്പര്യത്തോടെ അല്ലാതെ കാണുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു വെറും വില കുറഞ്ഞ ആരോപണമായിട്ട് ഞാൻ ഈ പ്രസ്താവനയെ കാണുന്നുള്ളൂ. മറിച്ച് നമ്മൾ കാണേണ്ടത് ഈ വിഴിഞ്ഞം പ്രൊജക്ടിന്റെ ഭാവി, അല്ലെങ്കിൽ ഈ പ്രൊജക്ട് കൊണ്ട് രാജ്യത്തിനും കേരളത്തിനാകമാനം ഉണ്ടാകുന്ന വികസനത്തിന്റെ ഭാവിയാണ് കാണേണ്ടത്. അതല്ലാണ്ട് സ്റ്റേജിൽ ആരിരുന്നു, സ്റ്റേജിന്റെ ഏത് മൂലയിലാണ് ഇരുന്നത്, ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ അവരുടെ താല്പര്യം എന്താണെന്നും അവരുടെ ബാലിശമായ ചിന്തകളെ കുറിച്ചിട്ടും അവർക്കെന്നും വില കുറഞ്ഞ രാഷ്ട്രീയം ഏത് വേദിയിലും പ്രചരിപ്പിക്കുവാനുള്ള ആഗ്രഹം, വികസനത്തിന്റെ രാഷ്ട്രീയത്തോടുള്ള വ്യക്തമാണ്. PR ശിവശങ്കരൻ, അതിലൊരു പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ഉയരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് അവിടെ ഒരേ ഒരു പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്, MP മാരുണ്ട്, ഗൗതം അദാനി എന്ന് പറയുന്നത് ആ പദ്ധതിയുടെ നടത്തിപ്പുകാരനാണ്. അങ്ങനെ അവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ ഫേസ് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ്. അതൊരു പ്രശ്നമല്ലേ എന്നുള്ളതാണ് ഉയർത്തുന്ന ചോദ്യം. ബാക്കി എല്ലാവരും പൊളിറ്റിക്കൽ ഫേസ് തന്നെയാണല്ലോ. പ്രധാനമന്ത്രി ആയാലും അവരെല്ലാം വരുന്നത് വേറെ റോളുകളിലാണല്ലോ. അല്ല, അത് ഞാൻ പറയുന്നത് അതല്ല. ഹി റെപ്രസെന്റ്സ് എ പാർട്ടി ആൻഡ് ഹി റെപ്രസെന്റ് 20% ഓഫ് ദ വോട്ട്. അല്ല, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി കേരളത്തിലെ 80% വരുന്ന പൊളിറ്റിക്കൽ വോട്ടിനെയും പ്രസന്റ് ചെയ്യാൻ ആൾ വേണ്ടേ? MV ഗോവിന്ദൻ അവിടെ വേദിയുടെ പുറത്തായിരുന്നു. KPC പ്രസിഡന്റ് അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല. അല്ല, MV ഗോവിന്ദന്റെ പാർട്ടി തന്നെയല്ലേ ഈ പറയുന്ന പിണറായി വിജയനും? അല്ല, അങ്ങനെയാണെങ്കിൽ MV ഗോവിന്ദനും ആ വേദിയിൽ വിവരണം കൊടുക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, താങ്കളോട് ചോദിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത് PMO ആണെന്ന് താങ്കൾക്കും എനിക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങയുടെ ആ അറിവ് വെച്ച് ഈ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് അതിനകത്തുണ്ടായി, അദ്ദേഹത്തിന് മാത്രമാണ് ഇരിപ്പിടം കിട്ടിയത്. അതിലൊരു പ്രശ്നമില്ലേ? അതാണ് ചോദ്യം. അല്ല, ഞാൻ അതൊന്നും ഇപ്പൊ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ഒരു പ്രൈം മിനിസ്റ്ററുടെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ ക്രൈറ്റീരിയയാണ്. അത് എന്തുകൊണ്ട് ഓരോരുത്തരെ വിട്ടു എന്നുള്ളതൊക്കെ ചോദ്യം അപ്രസക്തമാണ്. ഇത് ഒരു കേരളത്തിന്റെ വലിയ വികസനം, അവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇരുന്നത് കൊണ്ട് വിഴിഞ്ഞം പ്രൊജക്ടിന് നഷ്ടമുണ്ടായെങ്കിൽ തീർച്ചയായും നമുക്ക് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. വിഴിഞ്ഞം പ്രൊജക്ടിനോ കേരളത്തിന്റെ ഭാവിക്കോ അത്തരത്തിലുള്ള ഒരു നഷ്ടവുമില്ല. പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ പരിചയമുള്ള, അദ്ദേഹത്തിന്റെ മുൻ കേരളത്തിന്റെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരെ അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം ഒരാളെ വെച്ചു. ഇതെല്ലാം ഈ കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന ഇത്തരം ചർച്ചകളാണ്. ഇതാണ് കേരളത്തിന്റെ വികസനത്തിന് കുഴപ്പം. നോക്കൂ, ഇപ്പോ ആരാണ് ഇതിനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്? ഇത്തരത്തിലുള്ള ചർച്ചകൾ വേറൊരു ഭാഗത്ത് നടക്കുന്നു. ഇതിന്റെ വികസനത്തെക്കുറിച്ച്, നാളെ നാടിനുണ്ടാകുന്ന വികസനത്തെക്കുറിച്ച് ആണ് യഥാർത്ഥത്തിൽ ചർച്ച വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ ഒരു വ്യക്തി അവിടെ ഇരുന്നു, അദ്ദേഹം എപ്പോൾ എഴുന്നേറ്റു, എപ്പോൾ മുദ്രാവാക്യം വിളിച്ചു, അദ്ദേഹത്തിന് മുണ്ടുടുക്കാൻ അറിയാമോ, മലയാളം അറിയാമോ, ഇതെല്ലാം ഒരു തേർഡ് റേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ വിഷയത്തിൽ ഓക്കെ, അങ്ങിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കരൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലിപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ അവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അദ്ദേഹം അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു എന്ന് ഉൾപ്പെടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് മാധ്യമങ്ങളോ മറ്റാരെങ്കിലോ അല്ല, അത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരാണ്. PA മുഹമ്മദ് റിയാസ് ആണ് പറഞ്ഞത് അല്പത്തരം. അദ്ദേഹത്തിന്റെ വാക്കാണ്, ഞങ്ങളുടെ ആരെയും വാക്കല്ല. അല്പത്തരം എന്ന വാക്ക് ഉപയോഗിച്ചത് PA മുഹമ്മദ് റിയാസ് ആണ്. അല്ല, അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാവുന്ന വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹം കൂടി അവിടെ സ്റ്റേജിൽ പ്രതീക്ഷിച്ചിരിക്കാം. സ്വന്തം കുടുംബത്തോടൊപ്പം ഇരിക്കുവാനുള്ള ആഗ്രഹം, പ്രതീക്ഷ, കുറച്ചു ദിവസം മുമ്പ് അതെല്ലാം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമാണ് അത്തരം ഒരു വിഷമത്തിൽ നിന്നുണ്ടാകുന്ന അത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. തങ്ങൾക്ക്, ഞാനും എൻ്റെ അമ്മായിയപ്പൻ്റെയും മുഖം എല്ലായിടത്തും വരണമെന്നുള്ള ആഗ്രഹിക്കാം, ഒരു സംശയവുമില്ല. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഇരുന്നത്. പക്ഷെ ചില താല്പര്യങ്ങൾ, ചില മന്ത്രിയാണല്ലോ, നമ്മൾ അങ്ങനെയല്ലല്ലോ.
അല്ല, എല്ലാ മന്ത്രിമാരും അവിടെ ഇരുത്തിയോ? അങ്ങനെയാണെങ്കിൽ അല്ല, അതാണ് ചോദ്യം. കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇരിക്കാൻ അവസരം കിട്ടിയില്ല. അവിടെ BJP സംസ്ഥാന അധ്യക്ഷന് മാത്രം അവസരം കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അത് പ്രധാനമന്ത്രിയുടെ നിശ്ചയമാണ്. പ്രധാനമന്ത്രി എന്തിനാണെങ്കിലും പ്രധാനമന്ത്രി നേരിട്ടെടുക്കുന്ന തീരുമാനം അല്ലല്ലോ, ഇത് PMO ഓഫീസിൽ നിന്ന് വരുന്ന ലിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കൊടുത്ത ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഉണ്ടായിട്ടില്ല എന്നാണ് സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള V ശിവൻകുട്ടി ഉൾപ്പെടെ പറഞ്ഞത്. അല്ല, ഇതിനു മുൻപും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ PMOന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോ അവിടെ മാർപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കർദിനാൾ, അദ്ദേഹത്തിന്റെ പേര് മലയാളിയായ കർദിനാളിനെ വിഷയാൻ പോകുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നല്ലോ. പൂവക്കാലിനെ ഇറ്റലിയിൽ പോയി കാണാനുള്ള ലിസ്റ്റിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം PMOന്റെ എടുക്കുന്ന തീരുമാനമാണ്. ഇതിനെക്കുറിച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എപ്പോഴും ഈ പണ്ടുള്ള ഒരു വാചകം പോലെ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ഞാൻ കൂടുതൽ ചൊല്ലുന്നില്ല. ഇത്തരം ചർച്ചകൾ ഐ ഫീൽ വെരി പ്രിറ്റി അബൌട്ട് ദിസ്. എനിക്കൊരു ഭയങ്കര വേദനയുണ്ട്. ഇത്തരം ചർച്ചകളാണോ നമുക്ക് ആരോഗ്യകരം? ഒരു വ്യക്തി അവിടെ ഇരുന്നു എന്നുള്ളത്. ഞാൻ സത്യത്തിൽ ഇതാണ് ചർച്ചയുടെ വിഷയം, ഞാൻ വരില്ലായിരുന്നു. എന്തിനാ ഇങ്ങനത്തെ ചർച്ച? ഇതുകൊണ്ട് എന്ത് നേട്ടം? നിങ്ങൾക്ക് കുറച്ച് വ്യൂവേഴ്സിനെ കിട്ടിയേക്കാം, അതിലപ്പുറം ഈ ചർച്ച കൊണ്ട് എന്തെങ്കിലും നേട്ടം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പോസിറ്റീവായിട്ടുള്ള ഇത് ഉയർത്തിക്കാട്ടുന്നത്, നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ ഇത് ഉയർത്തിക്കാട്ടുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനമായി. അല്ല, ചർച്ച ചെയ്ത ഞാൻ പറഞ്ഞല്ലോ, അത് PMOന്റെ ഡിസിഷനാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ മന്ത്രിമാരെ ഉയർത്തിക്കാട്ടി എന്നുള്ളത് കൊണ്ട് അത് വിഷയം വലുതാവണമെന്നോ അത് സമൂഹത്തിനോ രാജ്യത്തിനോ ഗുണകരമാവണമെന്നോ ഇല്ല. ഓക്കെ, PR ശിവശങ്കരൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം തന്നെയാണല്ലോ, വിഴിഞ്ഞത്തിന്റെ മെറിറ്റിലേക്ക് തന്നെ നമുക്ക് വരാം. വിഴിഞ്ഞം എന്നിപ്പോൾ വലിയ രീതിയിൽ BJPയുടെ ഒരു നേട്ടം എന്ന നിലയിൽ വ്യാപകമായി തിരുവനന്തപുരത്ത് ആകെ ഫ്ലെക്സുകൾ നിരത്തപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങും ഞാനും ഉൾപ്പെടെ നന്ദി മോദി എന്ന തലക്കെട്ടോടുകൂടി കേന്ദ്രത്തിന് വിഴിഞ്ഞം പദ്ധതിയിലുള്ള ക്ലെയിം എന്തൊക്കെയാണ്? That's an excellent question. I can answer that. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ സിഗ്നേച്ചർ, that particular project has been signed on 17th August 2015 ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓഗസ്റ്റ് 17 ആണ് സൈൻ ചെയ്യുന്നത്. 2015. അതായത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 20-25 വർഷം മുമ്പ് തുടങ്ങിയ, അതല്ലെങ്കിൽ സർ സിപ്പിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ വിഴിഞ്ഞം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു പോർട്ട് എന്നുള്ള ചിന്ത മഹാരാജാവ്, ഉത്രാടം തിരുനാൾ മഹാരാജാവ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോയ ഒരു പ്രതീക്ഷ, അതല്ലെങ്കിൽ K. കരുണാകരൻ നേമത്ത് മത്സരിക്കാൻ വന്നപ്പോൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമായ ഒരു അജണ്ട, അതിനുശേഷം MP രാഘവൻ മുന്നോട്ട് വെച്ച ഒരു പ്രതീക്ഷ, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് 2015 വേണ്ടി വന്നു? 2 ടേം അവിടെ മൻമോഹൻ സിംഗും അതേപോലെ കേരളത്തിൽ ഇന്നത്തെ UPA അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ കക്ഷികൾ യഥേഷ്ടം ഭരിച്ചിട്ടും യാതൊരു തടസ്സവും BJPയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷമായിരുന്ന ഒരു സർക്കാരിന് ഉണ്ടാകാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിഗ്നേച്ചർ ഉണ്ടാകാതിരുന്നത് എന്ന ചോദ്യം സ്വാഭാവികം ജനങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം ബുദ്ധിയുള്ളവർ കണ്ടെത്തട്ടെ. ഞാൻ ആ രാഷ്ട്രീയവും ഞാൻ മാറ്റിവെക്കുന്നു. 2, ഇത്തരം പ്രൊജക്ടുകൾ വരുമ്പോൾ ഈ വിഴിഞ്ഞത്തിൽ കണ്ടെയ്നർ ടെർമിനൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ മദർഷിപ്പ് വന്നു കഴിഞ്ഞാൽ, അവിടെ കണ്ടെയ്നർ കുഴിച്ചിടാനല്ലല്ലോ വരുന്നത്. അത്തരം കണ്ടെയ്നറുകൾ വരുമ്പോൾ തിരിച്ച് മദർഷിപ്പിലേക്ക് കണ്ടെയ്നർ കയറ്റുവാനും തിരിച്ചു പോകുവാനും നമുക്ക് ധാരാളം ട്രാൻസ്പോർട്ടേഷന്റെയും ലോജിസ്റ്റിക്കിന്റെയും ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ ഏറ്റവും വിപുലമായ ഈ ഷിപ്പ് മദർഷിപ്പ് വരുന്ന കാലഘട്ടം മുതൽ തുടങ്ങിയ 3 പ്രൊജക്ടിന്റെ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, NHAയിലെ ഡെവലപ്മെന്റ്. 27 പുതിയ റോഡുകളാണ് ഈ കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 70,114 കോടി രൂപ, ഏതാണ്ട് 960 കിലോമീറ്റർ ഇതിന് വേണ്ടിയിട്ടുള്ള റോഡ് പ്രൊജക്ടിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ആൻഡ് അഡീഷണൽ ഭാരത് മാല പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് 12 റോഡുകൾ, നേരത്തെ 27 റോഡുകളും ഇപ്പോൾ 15 ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച്, അതിന് ഉതകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത്, വ്യക്തമാണ്. എൻ്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ശ്രീ PR ശിവശങ്കർ, വിഴിഞ്ഞത്ത് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് പറയുന്ന തുറമുഖത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാണ്? സംസ്ഥാന സർക്കാരിന്റെ എത്രയാണ്? അദാനിയുടെ എത്രയാണ്? ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് പാർട്ട് ഓഫ് ദറ്റ് ഓർഗനൈസേഷൻ. ഇത് ഇസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് അദാനിയും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. നന്ദി മോദി എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കുക.
ഞാൻ അതല്ലേ സുഹൃത്തെ പറഞ്ഞത്. ഈ വിഴിഞ്ഞം പ്രൊജക്ട് അവിടെ കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ അവിടെ കുഴിച്ചിടുകയാണോ ചെയ്യണേ? അത് മുളച്ചു വരുമോ? ഇത് അല്ല, പക്ഷെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ അടിസ്ഥാന വേണ്ടേ? സൗകര്യം വേണമല്ലോ, ഒരു ടെർമിനൽ വേണമല്ലോ അടിസ്ഥാനപരമായി. അത് ഉണ്ടാക്കുകയാണല്ലോ പ്രധാനപ്പെട്ടത്. നമ്മളിപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നുവെന്ന് സംസ്ഥാനത്തെ മന്ത്രിമാർ അല്ല പറയുമ്പോൾ സുഹൃത്തെ, അവരവിടെ പണം ആവശ്യപ്പെടുന്നു, അത് VGF ആയി നൽകാമെന്ന് പറയുന്നു, പിന്നീട് അത് തിരിച്ചടയ്ക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം ഈ നന്ദി മോദി എന്ന് പറയുന്ന ഫ്ലെക്സ് വെക്കുന്നതിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ ഇത് കേൾക്കുന്നവർക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, വിഴിഞ്ഞത്ത് കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ അത് ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഇതെല്ലാം വരും. അതിന് താങ്കൾ അതിനെ കുറിച്ചൊന്ന് ഒരല്പം വായിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് നാളായി PM ഗതി യോജന എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് കഴിഞ്ഞ ഒരു 2.5 വർഷത്തിനുള്ളിൽ ഈ രാജ്യത്താകമാനം ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ 20% പ്രോഫിറ്റ് ഹാസ് ബിൻ ഒരു ഗുണം കിട്ടിയിരിക്കുന്നു. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ അതിന്റെ സ്പീഡും അതിന്റെ ഫ്യൂൽ കോസ്റ്റും എല്ലാം ഭാഗം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ ഞാൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഈസ് കേപ്പബിൾ ടു ഹാൻഡിൽ ദിസ് വിഴിഞ്ഞം എങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കണ്ണൂർ എയർപോർട്ട് ഇപ്പൊ നഷ്ടമായിട്ട് ഓടുന്നത്? ഇവർ ഇഫ് ദേ ആർ വെരി കേപ്പബിൾ, ദേ ആർ അത്രയ്ക്ക് അല്ല, എന്റെ ചോദ്യം വളരെ സ്ട്രൈറ്റ് ആണ് ശ്രീ PR ശിവശങ്കർ. നന്ദി മോദി എന്ന് പറയുന്ന ഫ്ലെക്സ് വെക്കാനുള്ള അവകാശം BJPക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാണ്? അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അല്ല, ഞാൻ അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ മാന്യമായിട്ട് പറഞ്ഞത്. ഇവിടെ വിഴിഞ്ഞത്ത് ഈ പ്രൊജക്ട് ഉണ്ടാക്കി മദർഷിപ്പ് വന്നു, റോഡില്ല, റെയിൽ കണക്ടിവിറ്റി ഇല്ല, എക്സ്പോർട്ട് വരുന്നില്ല എങ്കിൽ ഈ സാധനം എടുത്തിട്ട് AKG സെന്ററിൽ കൊണ്ടുവയ്ക്കുമോ? അല്ലത് ആനുപാതികമായിട്ട് അതിൻ്റെ കൂടെ വരേണ്ടതാണ്, അത് അനിവാര്യമാണ്, അത് അടുത്ത ഘട്ടമാണ്. ഇത് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇവിടെ മദർഷിപ്പ് വരുന്നതിനുള്ള പുലിമുട്ടുണ്ടാക്കണം, പിന്നെ ഈ തിരതാങ്ങി ഉണ്ടാക്കണം, പിന്നെ അതിനുള്ള ടെർമിനൽ ഉണ്ടാക്കണം, അതിനുള്ള ക്രെയിൻ കൊണ്ടുവരണം, അതിൻ്റെ എല്ലാ വികസനം. അതാണല്ലോ ഫസ്റ്റായിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണല്ലോ, അതിനുശേഷമാണല്ലോ മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോഴും ട്രെയിൻ ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോഴും അവിടെ റെയിൽ ഉണ്ടായിട്ടില്ല, റോഡ് ഉണ്ടായിട്ടില്ല. ആ പ്രശ്നങ്ങളെല്ലാം അടുത്ത ഘട്ടത്തിൽ വരികയാണ്. ഇല്ല, താങ്കൾക്ക് IMEC എന്ന് പറഞ്ഞൊരു പ്രൊജക്ടിനെ കുറിച്ച് അറിയാമോ? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കണക്ടിവിറ്റി G20 എഗ്രിമെന്റ് ചെയ്തതാണ്. അത് പ്രകാരം ഇത്തരത്തിലുള്ള കണക്ടിവിറ്റി വരുമ്പോഴാണ് യൂറോപ്പിലേക്ക് 60 ദിവസം എന്ന് ഇപ്പോൾ ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് ടൈം റെഡ്യൂസ് ചെയ്തുകൊണ്ട് 45 ദിവസമാകുന്നതും ഇത്തരത്തിലുള്ള മദർഷിപ്പുകൾ ഡയറക്റ്റ് ആയിട്ട് ദുബായ് പോർട്ടിൽ പോവുകയും അവിടെ നിന്ന് ഇസ്രായേൽ വഴി സൗദി അറേബ്യ, ജോർദാൻ വഴി യൂറോപ്പിലേക്കും ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്പ് തുടങ്ങിയ സ്ഥലത്തേക്കും ഇറ്റലിയിലേക്കും അടക്കം പോകുന്നത്. ഇതൊക്കെ ഒരു ലോങ് ടൈം ബിഗർ പ്രൊജക്ട്സ് ആണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മദർഷിപ്പ് ഇന്ത്യയിൽ വരുന്നതും ഈ കണക്ടിവിറ്റി ഒക്കെ കിട്ടുന്നതും. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റെയിൽ, റോഡ് കണക്ടിവിറ്റിയും അതേപോലെ തന്നെ വാട്ടർ കണക്ടിവിറ്റി അടക്കം, ഇന്റേണൽ വാട്ടർ കണക്ടിവിറ്റി അടക്കം നടക്കുന്നത്. ഇതല്ലാണ്ട് അവിടെ ഒരു പുലിമുട്ട് ഉണ്ടാക്കുകയും അവിടെ 2 ബർത്ത് ഉണ്ടാക്കുകയും ചൈനയിൽ 2 ക്രെയിൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി ആവില്ല. ശരി, വ്യക്തമാണ്. അങ്ങ് പറഞ്ഞ പോയിന്റ് വളരെ വ്യക്തമാണ്. ആ അർത്ഥത്തിൽ, അതായത് ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിന്റെ വികസനത്തിന് വേണ്ട പാതയിൽ ഉൾപ്പെടെ മോദി സർക്കാരിന്റെ കൈത്താങ്ങാണ് ഉണ്ടാകുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് PR ശിവശങ്കർ BJP നേതാവ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്.